വീണ്ടും അമലിലേക്ക് വരികയാണ്. അമൽ, ഈ പ്രധാനമന്ത്രി പ്രധാനമായും എത്തുന്നത് ഈ വന്ദേ ഭാരത് ട്രെയിനിന്റെ ആ ഒരു ഉദ്ഘാടനം കൂടി നടത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ട്രെയിനിന്റെ ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചു എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. ടിക്കറ്റ് നിരക്കുകൾ അതൊക്കെ എങ്ങനെയാണ്? ഭദ്ര, വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ബുക്കിംഗ് സൗകര്യങ്ങൾ ഇന്ന് രാവിലെ 8 മണിയോട് മുതൽ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ ടിക്കറ്റ് നിരക്കുകളൊക്കെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ തിരുവനന്തപുരം മുതൽ കൊല്ലം വരെയുള്ള സർവീസിന് ചെയർകാറിൽ 435 രൂപയും എക്സിക്യൂട്ടീവ് കോച്ചിൽ 820 രൂപയുമാണ് വില വരുന്നത്. ഒപ്പം തന്നെ കോട്ടയത്തേക്ക് തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയാണെങ്കിൽ ചെയർകാറിൽ 555 രൂപയും എക്സിക്യൂട്ടീവ് കോച്ചിൽ 1075 രൂപയുമാണ്. എറണാകുളം വരെയുള്ള റേറ്റ് ചെയർകാറിൽ 765 രൂപയും എക്സിക്യൂട്ടീവ് കോച്ചിൽ 1420 രൂപയുമാണ്. തൃശ്ശൂർ വരെ ചെയർകാറിൽ 850 രൂപയും എക്സിക്യൂട്ടീവ് കോച്ചിൽ 1650 രൂപയും. ഷൊർണൂർ വരെ ചെയർകാറിൽ 950 രൂപയും എക്സിക്യൂട്ടീവ് കോച്ചിൽ 1775 രൂപ എന്നിങ്ങനെയാണ് നിരക്ക് വരുന്നത്. ഒപ്പം തന്നെ കോഴിക്കോടേക്ക് ചെയർകാറിൽ 1090 രൂപയും എക്സിക്യൂട്ടീവ് കോച്ചിൽ 2060 രൂപയും റേറ്റ് വരും. കണ്ണൂർ വരെ ചെയർകാറിൽ 1260 രൂപയും എക്സിക്യൂട്ടീവ് കോച്ചിൽ 2415 രൂപയും. ഏറ്റവും അവസാനത്തെ സ്റ്റോപ്പായ കാസർഗോഡേക്ക് ചെയർകാറിൽ 1590 രൂപയും എക്സിക്യൂട്ടീവ് കോച്ചിൽ 2880 രൂപയുമാണ് റേറ്റ് വരുന്നത്. ഇതിൽ ഏറ്റവും വലിയ റേറ്റ് ഇപ്പോൾ പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ളതിൽ എക്സിക്യൂട്ടീവ് കോച്ചിന്റെ റേറ്റ് ആണ് 2880 രൂപയാണ്. അതേസമയം തന്നെ ഏറ്റവും ചെറിയ നിരക്ക് വരുന്നത് ചെയർകാറിൽ തിരുവനന്തപുരം മുതൽ കൊല്ലം വരെ യാത്ര ചെയ്യാനുള്ള 435 രൂപയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. 25-ാം തീയതി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തതിനു ശേഷം 26-നായിരിക്കും ആദ്യ സർവീസ് ഉണ്ടാവുക. 26 ഉച്ചയോടുകൂടി കാസർഗോഡ് നിന്നാകും ആദ്യ സർവീസ് ഉണ്ടാവുക. എന്നാൽ 27 വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച ദിവസം വന്ദേ ഭാരത് എക്സ്പ്രസിന് സർവീസ് ഉണ്ടാവുന്നതല്ല. ബാക്കി ഒരാഴ്ചയിലെ ബാക്കി 6 ദിവസങ്ങളിലാകും സർവീസ് ഉണ്ടാവുക. അതേസമയം തന്നെ 28-ാം തീയതി, അതായത് 26-ാം തീയതിയിലെയും 28-ാം തീയതിയിലും ബുക്കിങ്ങുകളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ സമയക്രമവുമായി ബന്ധപ്പെട്ട ഒപ്പം തന്നെ സ്റ്റോപ്പുകളുമായി ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്നലെയോട് കൂടി തന്നെ പുറത്തു വന്നിരുന്നു. തിരുവനന്തപുരത്ത് നിന്നും രാവിലെ 5:20 കൂടിയാകും വന്ദേ ഭാരത് എക്സ്പ്രസ് യാത്ര ആരംഭിക്കുക. ഈ യാത്ര 1:30 കൂടി ഏറ്റവും അവസാന സ്റ്റോപ്പായ കാസർഗോഡ് എത്തും. ഏകദേശം 8 മണിക്കൂറും 5 മിനിറ്റുമാണ് വന്ദേ ഭാരതിന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സഞ്ചരിക്കാനുള്ള ഒരു സമയപരിധിയായി കണക്കാക്കുന്നത്. അതേസമയം തന്നെ 2:30 കൂടി കാസർഗോഡിൽ നിന്നും തിരിക്കുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് 10:35 കൂടിയാകും അത് തിരുവനന്തപുരത്തേക്ക് എത്തുക. അതേസമയം തന്നെ ഓരോ സ്റ്റേഷനിലേക്കും എത്തുന്ന ആ ഒരു സമയം കൂടി ഇന്നലെ പുറത്തുവിട്ടിരുന്നു. അതായത് തിരുവനന്തപുരത്ത് നിന്ന് 5:20 ആരംഭിച്ച ഈ ഒരു ട്രെയിൻ കൊല്ലത്തെത്തുമ്പോൾ 6:07 ഒപ്പം തന്നെ കോട്ടയത്തെത്താൻ 7:20 എറണാകുളത്ത് 8:17 കൂടിയും തൃശ്ശൂരിൽ 9:22 കൂടിയും ഷൊർണൂരിൽ 10:02 കൂടിയും കോഴിക്കോട് 11:03 കൂടിയും കണ്ണൂരിൽ 12:02 കൂടിയും കാസർഗോഡ് 1:30 കൂടിയാകും എത്തുക എന്നാണ് ഇന്നലെ പുറത്തുവിട്ട ആ ഒരു ടൈം ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഉണ്ടായിരുന്നത് ഷൊർണൂരിന് സ്റ്റോപ്പ് അനുവദിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അല്ലെങ്കിൽ പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്നിരുന്നു. അതായത് ഷൊർണൂരിൽ സ്റ്റോപ്പ് അനുവദിക്കുന്നില്ല എന്നതിനെ കുറിച്ച്. ആ പ്രതിഷേധങ്ങൾക്കൊക്കെ ഫലം കണ്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏറ്റവും അവസാനം അല്ലെങ്കിൽ അന്തിമമായ ഒരു തീരുമാനം വരുമ്പോൾ ഷൊർണൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ പരിശോധിക്കുന്ന മറ്റൊരു കാര്യം ചെങ്ങന്നൂരിലും തിരൂരിലും സ്റ്റോപ്പ് ഇല്ല എന്നതുകൂടി പരിശോധിക്കേണ്ടതാണ്. അതായത് ആദ്യ ട്രയൽ റൺ നടന്ന സമയം തിരൂരിൽ വന്ദേ ഭാരത് എക്സ്പ്രസിന് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ ഒരു അന്തിമ തീരുമാനം വരുമ്പോൾ ഷൊർണൂരിന് സ്റ്റോപ്പ് അനുവദിക്കേണ്ടതിനാൽ തന്നെയാണ് തിരൂരിലുണ്ടായിരുന്ന ആ സ്റ്റോപ്പ് നഷ്ടപ്പെട്ടത്. ഒപ്പം തന്നെ ചെങ്ങന്നൂരിലും സ്റ്റോപ്പ് ഇല്ല. ചെങ്ങന്നൂരിലെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ശബരിമല തീർത്ഥാടകവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏറ്റവും എളുപ്പമുള്ള അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒന്നായിരുന്നു ചെങ്ങന്നൂരിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ. എന്നാൽ ഈ തീർത്ഥാടകരെ പരിഗണിച്ചില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ചെങ്ങന്നൂരിൽ സ്റ്റോപ്പ് അനുവദിക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. ഒപ്പം തന്നെ ഈ ഒരു ഫ്ലാഗ് ഓഫ് പരിപാടിയുടെ ഭാഗമായി റെയിൽവേ മന്ത്രി അടക്കം പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം തന്നെ ഈ ട്രെയിനുകൾ എറണാകുളം ടൗണിൽ മാത്രം 3 മിനിറ്റ് ആയിരിക്കും ഈ ഒരു ട്രെയിൻ നിർത്തിയിടുവാൻ അനുവദിക്കുക. അമൽ, ഇപ്പോൾ ബുക്കിംഗ് അത് എത്രത്തോളം പുരോഗമിക്കുന്നുണ്ട്? എത്ര ശതമാനം ബുക്കിംഗ് ആകുന്നുണ്ട്? രാവിലെ തൊട്ട് ബുക്കിംഗ് തുടങ്ങി എന്നാണ് അമൽ റിപ്പോർട്ട് ചെയ്തത്.
ഭദ്ര, രാവിലെ 8 മണിയോടുകൂടിയായിരുന്നു ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നത്. അതിൽ ബുക്കിംഗ് അതായത് ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ദിവസങ്ങളിലേക്ക് 26, 28 ദിവസങ്ങളിലെ ബുക്കിംഗിനുള്ള അവസരങ്ങളാണ് ആരംഭിച്ചതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ബുക്കിംഗ് മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ 2 ദിവസത്തേക്കുമുള്ള, അതായത് തിരുവനന്തപുരം മുതൽ മറ്റ് ജില്ലകളിലേക്കൊക്കെ യാത്ര ചെയ്യാനുള്ളവർ ബുക്കിംഗ്, അതായത് വന്ദേ ഭാരത് എക്സ്പ്രസിനെ ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിനനുസരിച്ച് ബുക്കിംഗിൽ വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മണിക്കൂർ കഴിയുന്നതോറും വന്ദേ ഭാരതിൽ ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറിനടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ബുക്കിംഗ് ആരംഭിച്ചിട്ട്. അതിനനുസരിച്ച് ഈ ഒരു ബുക്കിംഗിൽ വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ശരി, 25-നാണ് വന്ദേ ഭാരത് ട്രെയിൻ നാടിന് പ്രധാനമന്ത്രി സമർപ്പിക്കുന്നത്. അതിന് മുന്നോടിയായി ഇപ്പോൾ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. റേറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും ബുക്കിംഗ് പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും അമൽ. അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്ന് അശ്വതി പ്രധാനമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തു.